മറ്റേ ചാനലിലൊക്കെ കൂടി അറിഞ്ഞു, മീഡിയ കൂടി അറിഞ്ഞു ഇങ്ങനെ അറസ്റ്റിലായിരുന്നു. അതല്ലാതെ വേറെ ഇൻഫർമേഷനൊന്നുമില്ല. പിന്നെ അതാ അവനെ കൊന്നതാണെന്നുള്ളത് തന്നെ എനിക്ക് ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്. CBI അന്വേഷിച്ചിട്ടൊന്നും കണ്ടുപിടിക്കാൻ പറ്റിയില്ല അവർക്ക്. ഇല്ല, നമ്മൾ മറ്റേ അപേക്ഷയൊക്കെ കൊടുത്ത് CBI വന്ന് അവർ ചോദ്യം ചെയ്തു എന്ന് പറയണു. അറിഞ്ഞൂടാ, റിപ്പോർട്ടൊക്കെ വായിച്ചു നോക്കിയാൽ അറിയാവും എങ്ങനെയാണെന്ന്. ആദ്യത്തെ റിപ്പോർട്ടിലൊന്നും കിട്ടിയില്ല എന്നാണ് പറയണത്. രണ്ടാമത്തെ റിപ്പോർട്ടും കൊടുത്തു, അതിനകത്തും പുതിയതായിട്ടൊന്നും ഇല്ലെന്നാണ് പറയണതായിട്ട്. ഇപ്പോൾ അർജുനെ സംശയിക്കാൻ എന്തെങ്കിലും നേരത്തെ തന്നെ അച്ഛൻ പറഞ്ഞിരുന്നതാണ്. അല്ല, അടുത്താന്ന് പറഞ്ഞാൽ അവൻ അവരുടെ കൂടെ ഡ്രൈവറായിട്ട് നടന്നിരുന്നതല്ലേ. ധാരണയിൽ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതും ഒക്കെ ഡ്രൈവർമാരാണല്ലോ. അത് മാത്രമല്ല, അവൻ നേരത്തെ 1-2 കേസിൽ, ക്രിമിനൽ കേസിൽ പുള്ളിയാണ്. ഒരു ATM കവർച്ചയുടെ കേസ്, ഒരു ഭവനവേദന കേസ്, ഇങ്ങനെ 2-3 കേസുകളൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ പേരിൽ. അപകടത്തിന് ശേഷമാണോ ഈ കേസുകളെ പറ്റിയൊക്കെ അറിയുന്നത്? അത്രേ ഉള്ളൂ, അതിനു മുമ്പല്ല. അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നോ? അറിഞ്ഞൂടാ അവരെന്തൊക്കെ ചെയ്തെന്ന്. ഒരു പേപ്പറൊക്കെ കൊടുത്ത് ഇങ്ങേർക്ക് പറയണ കുറച്ച് പാർഷ്യലായിട്ട് കുറച്ച് പേപ്പേഴ്സൊക്കെ കിട്ടി, കംപ്ലീറ്റ് റിപ്പോർട്ടൊന്നും കിട്ടിയിട്ടില്ല. കൊടുത്തിട്ടുണ്ട്. MACT-യിൽ ബാലഭാസ്കറാണ് വണ്ടി ഓടിച്ചത്. അതുകൊണ്ട് അവന് 1,30,00,000 രൂപ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് MACT-യിൽ തൃശ്ശൂർ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. 1 കോടി രൂപയാക്കി റൗണ്ട് ചെയ്തു 1.30 എന്നുള്ളത്. അതിപ്പോൾ നമ്മൾ എല്ലാ പ്രാവശ്യവും നമ്മൾ വക്കീലിനെ അയക്കുകയാണ്. കേസ് ഇങ്ങനെ ഓരോ പ്രാവശ്യം നീട്ടിവെക്കുമ്പോഴേ നമ്മൾ പൈസയും കൊടുത്ത് വക്കീലിനെ അയക്കുകയാണ്. ബാലുവിന്റെ മരണത്തിൽ ആദ്യം മുതൽ തന്നെ ഈ സ്വർണ്ണക്കടത്ത് സംഘമാണ് മരണത്തിന് കൊലപാതകമാണെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ടായിരുന്നു. ഇപ്പം അർജുന് സ്വർണ്ണക്കടത്ത് നേരത്തെ ബാലുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരുടെ ഡ്രൈവർ ഇവനായിരുന്നു. അപ്പോഴും ഈ അർജുനൻ തന്നെയായിരുന്നു അവരുടെ കൂടെ. വിഷ്ണു എന്നും പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നല്ലോ. അവൻ ഈ സൺ ഹോംസ് എന്നും പറഞ്ഞുകൊണ്ടൊരു റിയൽ എസ്റ്റേറ്റുകാരുണ്ട്, അവിടെ വർക്ക് ചെയ്തിരുന്നതാണ്. അതെ, ബലപ്പെടാനൊന്നുമില്ല, നമുക്ക് യാതൊരു സംശയമില്ല കാര്യത്തിന്. അവർ തന്നെയാണെന്നുള്ള ഉറപ്പാണ്. വെറും സംശയമൊന്നുമല്ല. നടത്തിയെന്ന് അവർ പറയണു. നമുക്ക് ഇത് പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ. റിപ്പോർട്ടൊക്കെ കോടതിയിലല്ലേ കൊടുക്കുന്നത്. അപ്പോൾ വക്കീൽ പറഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും ഇല്ല അതിലെന്നാണ് പറയണത്. എങ്ങും തൊടാതെ ഉള്ള ഒരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത് CBI. ഈ കള്ളക്കടത്ത് മാഫിയ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു വലിയ സംഘമാണ്. അവരെ സംരക്ഷിക്കാനല്ല അവനെന്തിനാ. ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലിനെ മറ്റ് വേറൊരു തരത്തിലുള്ള ഒരു കണ്ടെത്തലും CBIയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ CBI സ്വാധീനത്തിന് വഴങ്ങിയെന്ന് തന്നെ പറയണം പറയാൻ. CBI വഴങ്ങിയതാണ്. അതാണല്ലോ എൻ്റെ പറഞ്ഞത്. ഇപ്പോഴും ഈ ബാലുവിന്റെ മരണത്തിന് പിന്നിൽ ആരാണെന്ന് വിശ്വസിക്കുന്നത്? വിശ്വാസം ഇവരൊക്കെ തന്നെ, ഈ സ്വർണ്ണക്കടത്തുകാരും അവരുമായി ബന്ധപ്പെട്ട ആളുകളും ഒക്കെ തന്നെ. പേര് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അന്ന് പേര് നമ്മൾ പറഞ്ഞിരുന്നത് വിഷ്ണു, പിന്നെ വേറൊരു തന്നെ ഒരു തടിയൻ തമ്പി. ഇങ്ങനെ അവരൊക്കെ തന്നെ, അവരെയാണ് അതിൻ്റെ നേതൃത്വം. അത് കുറേ നാൾ അകത്ത് കിടന്നിരുന്നു. DRIക്കാർ പിടിച്ച് അകത്ത് ഇട്ടിരുന്നു. ഡൽഹിയിൽ നിന്ന് അതിനുള്ള ഓർഡറൊക്കെ വന്നു. ഇപ്പം പിന്നെ ജാമ്യം എടുത്തു. ജാമ്യത്തിലാണ് അവർ രണ്ടുപേരും. അത് ജാമ്യം അവരുടെ വക്കീൽ രാമൻപിള്ളയാണ്, ദിലീപിൻ്റെയൊക്കെ വക്കീൽ. അവർ വലിയ പുള്ളികളാണ്. ഇന്നലെ ഈ അർജുനൻ ഈ ഇത്തരത്തിൽ സ്വർണം കെട്ടാൻ ഒരാളെ കാറിടിച്ച്
വെച്ച് അപകടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഇത് ആവർത്തിക്കപ്പെടുകയാണ്. അതെ അതെ, അവരുടെ ഏർപ്പാടെന്നാണല്ലോ. ആര് ചാവുന്നു ആരെ കൊല്ലുന്നു എന്നുള്ളതൊന്നും അല്ലല്ലോ അവരുടെ പ്രശ്നം. അവർക്ക് അവരുടെ കാര്യം നടക്കണം. ഇപ്പം 3 കിലോ സ്വർണം എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം രൂപ വരുമല്ലോ. അത് എടുത്തുകൊണ്ട് പോയി എന്നല്ലേ പറയണം. അത് പിടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ പോലീസിന്. അതൊക്കെ തന്നെ അവരുടെ പണി, സ്ഥിരം പണി. എന്ത് കിട്ടിയാലും കൊണ്ടുപോകും. സ്വർണ്ണമാണ് കുറേ കൂടി വില കൂടിയൊരു മെറ്റൽ. അത് കൊണ്ടുപോയി വിൽക്കാനും എളുപ്പമായിരിക്കും. അവർക്ക് അതിനുള്ള ഔട്ട്ലെറ്റൊക്കെ കാണുമായിരിക്കും. ഈ ബാലുവിന്റെ മരണത്തിന് ശേഷം വർഷങ്ങളായി നടന്ന പോരാട്ടമാണ്. നീതി ലഭിച്ചിട്ടുണ്ടോ? എങ്ങനെ അന്വേഷണം? ഇല്ല, എവിടെ നീതി എവിടെ ലഭിക്കണേ? ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ഇങ്ങനെ പോവുക. ഈ പുതിയ ഇപ്പം അർജുനെ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തില് ഏതെങ്കിലും തരത്തിലുള്ള അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആലോചിക്കുന്നുണ്ടോ? അങ്ങനെ നോക്കണം എന്താണെന്ന്. നമുക്ക് ഇപ്പോൾ രണ്ടാമതൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് CBI. അത് വന്നു കഴിഞ്ഞിട്ട് പോകണം, എന്തെങ്കിലുമായിട്ട് പോകണം.